കോളിഫ്ലവർ ഇരിപ്പുണ്ടോ കയ്യിൽ? എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടി 1/2 കിലോ കോളിഫ്ലവർ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വന്നതാണ്. കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ച് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് കോളിഫ്ലവറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. 10 മിനിറ്റ് അടച്ച് വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഊറ്റിയെടുത്ത് നല്ലതായിട്ട് തണുക്കാൻ വെക്കുക. ഇവിടെ ഞാൻ 1/2 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്ത് വന്ന കോളിഫ്ലവറിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളൊക്കെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ട് ആകത്തക്ക രീതി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇതിലോട്ട് നല്ലതായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. മാവാണ് ഈ കോളിഫ്ലവറിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം, ഈ രീതിയിലിരിക്കണം. ആ രീതി നമുക്ക് പുരട്ടിയെടുക്കാം. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനെ ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ എടുക്കുക. എന്നിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് ചേർത്ത് ഇട്ട് കൊടുക്കില്ല, ഇതിലോട്ട് ഒട്ടി പിടിച്ച് പോകും കേട്ടോ. ഗ്യാപ്പ് ഇട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് സൈഡ് ഉണ്ടല്ലോ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതൊരു സ്പ്രിംഗ് ഓണിയൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ കെച്ചപ്പാണ്. ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 5 ടേബിൾ സ്പൂൺ ഇത് എടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഗ്രേവി അധികം വേണമെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തല്ലോ ആ എണ്ണ 2 ടേബിൾ സ്പൂണിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മളിനി എല്ലാം ചെയ്യുന്ന ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ്. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചില്ലേ അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ക്യാപ്സിക്കം അരിഞ്ഞ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നല്ലതായിട്ട് സോഫ്റ്റായി വരണം. ആ സോഫ്റ്റായി വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച സോസുകളുണ്ടല്ലോ അതങ്ങ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ടും തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് 3 പ്രാവശ്യമായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ രണ്ടാമത് പിന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് തിക്കായി വരും. ഇളക്കി കൊടുത്ത് മൂന്നാമത് ലാസ്റ്റ് എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുക. കണ്ടില്ലേ നല്ലതായിട്ട് തിക്കായി വരും. ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും അതുപോലെ സ്പ്രിംഗ് ഓണിയത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ സ്പ്രിംഗ് ഓണിയനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഈ സമയം തീ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഗോബി മഞ്ചൂരിയൻ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.